മൈ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മൊഡ്യൂൾ 3യുടെ കുറച്ച് ഭാഗമാണ്. ഫസ്റ്റ് കുറച്ച് പോർഷൻസ് ആണ്. സോ അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു പോർഷനാണ് ഡിവൈഡ് ആൻഡ് കോൺകർ മെത്തേഡ്. ഓക്കെ, ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി ഓർ ഡിവൈഡ് ആൻഡ് കോൺകർ മെക്കാനിസം. Okay, so basically this is related to a strategy for solving a problem. Divide and conquer strategy എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, സോ അതുപോലെ നമുക്ക് അൽഗോരിതം അനാലിസിസിൽ there are several methods used are available. One is dynamic programming, backtracking, branch and bound. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാറുണ്ട്. Here we are mainly using the divide and conquer strategy. Okay, so this is basically an approach for design for solving a problem. Or approach or design for solving a problem. Okay, so first there are three different phases. How the first thing is that dividing the problem, then conquering the problems, sub-problems, and combining the solutions. Okay, so here we can see that the first step, we have the problem here. So they are divided into a number of sub-problems. Maybe P sub-problems, P1, P2, P3. Suppose P is the problem, P1, P2, P3, etc. Pk sub-problems are there. And we will be solve each sub-problems. That is the conquer phase. Okay, so first phase is divide phase and the second phase is the conquer phase. We will be solving each sub-problems recursively, and last thing is that we will be getting after solving the sub-problems, we will be getting the solutions of each sub-problems, and the last phase is combining the sub-solutions of all these sub-problems. We will be combining all the solutions of sub-problems and we will be getting the solution of the main problem. Okay, that is the original problem. Okay, so these are the three phases of a divide and conquer strategy. So first you are dividing the problem into sub-problems. That means because maybe it is a complex problem. So suppose if the problem is too small, then no need of dividing that problem into smaller problems. Like വലിയ പ്രോബ്ലം ആണെങ്കിൽ മാത്രമേ അതിനെ സബ് പ്രോബ്ലംസ് ആക്കി മാറ്റേണ്ട ആവശ്യമുള്ളൂ. ചെറിയൊരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് സബ് പ്രോബ്ലം ആയിട്ട് മാറ്റേണ്ട കാര്യമില്ല. ഓക്കെ, സോ divide the problem into sub-problems and conquer, that is we are going to solve the sub-problems and so getting the solutions, then combine all the solutions. So these are the three important phases of a divide and conquer strategy. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് കുറേ അൽഗോരിതംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു സ്ട്രാറ്റജിയിൽ ഇവർ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് തിങ് ഈസ് ദാറ്റ് ദ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഓഫ് ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി. എന്താണ് ഈ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം? ഓക്കെ, കൺട്രോൾ അബ്സ്ട്രാക്ഷൻ ഈസ് നത്തിങ് ബട്ട് how a problem is actually defined. Okay, so what are the basic steps for സോൾവിങ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം? എന്താണ് വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റെപ്സ് ആണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, മേ ബി നമ്മൾ പറയുന്ന പോലെ ഒരു ഔട്ട്ലൈൻ ആണ്, മനസ്സിലായില്ലേ? വേറെ ഒന്നുമില്ല. മേ ബി വി ക്യാൻ റൈറ്റ് ഇൻ ദ ഫോം ഓഫ് എൻ അൽഗോരിതം, അല്ലെങ്കിൽ ഒരു പ്രൈമറി ഓപ്പറേഷൻസ് മാത്രം മെൻഷൻ ചെയ്യുക. അതുപോലെ വി ആർ നോട്ട് ഗെറ്റിംഗ് ഇൻസൈഡ് ഓർ വി ആർ നോട്ട് ആക്ച്വലി ഗോയിങ് ഇൻസൈഡ് ഇൻ ടു ദ പെർട്ടിക്കുലർ പ്രോഗ്രാം, മേ ബി ഇൻ ടു ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം. നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്സ് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല. അതാണ് ഈ കൺട്രോൾ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി മെയിൻലി യൂസ്ഡ് ഫോർ ദീസ് ആർ ദ മേജർ അൽഗോരിതംസ്, ബൈനറി സെർച്ചിങ് അൽഗോരിതം, അതുപോലെ തന്നെ മെർജ് സോർട്ട്, ക്വിക്ക് സോർട്ട്, അതുപോലെ സ്ട്രാറ്റ്സൺസ്, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, ഇതിലെല്ലാം നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺകർ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൺട്രോൾ അബ്സ്ട്രാക്ഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. ഫസ്റ്റ് യു ആർ ഡിവൈഡിങ് ദ പ്രോബ്ലം ഇൻ ടു സബ് പ്രോബ്ലംസ്, കോൺകറിങ് ഈച്ച് സബ് പ്രോബ്ലംസ് ആൻഡ് ഫൈനലി കമ്പൈനിങ് ദ സൊല്യൂഷൻസ് ഓഫ് ഈച്ച് സബ് പ്രോബ്ലംസ്. ഓക്കെ, സോ അപ്പോൾ ദാറ്റ് ഈസ് എ ഡിസൈൻ സ്ട്രാറ്റജി ഓർ ഡിസൈൻ അപ്രോച്ച്. ഓക്കെ, so we will be see the what is the control abstraction of divide and conquer. So this is the divide and conquer control abstraction. ഈ ഒരു സ്ട്രാറ്റജി, ഈ ഒരു പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജീനെ അവർ ഒരു കൺട്രോൾ അബ്സ്ട്രാക്ഷൻ മെൻഷൻ ചെയ്തിട്ട് വളരെ ഷോർട്ടായിട്ട്, ഈ പ്രോബ്ലം വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല എങ്ങനെ സോൾവ് ചെയ്യാമെന്ന്, പക്ഷേ
വളരെ ബേസിക് കൺസെപ്റ്റ് മാത്രമാണ് ഈ സ്റ്റെപ്സിൽ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിയറിയാം. സോ ദ നെയിം ഓഫ് ദ അൽഗരിതം ഇറ്റ് സെൽഫ് ഈസ് ഡി ആൻഡ് സി. നമുക്ക് ഒരു ഈസി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഡി ആൻഡ് സി എന്ന് കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് അവർ ബിഗ് പ്രോബ്ലം, ദിസ് ഈസ് അവർ വെരി ലാർജ് പ്രോബ്ലം. So first thing is that we need to check whether that problem is too small. നമ്മുടെ പ്രോബ്ലം വളരെ ചെറുതാണോ എന്നുള്ളത് നോക്കണം അല്ലേ. നമുക്ക് ചെറുതാണെങ്കിൽ നമുക്ക് പിന്നെ സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതിനെ സബ് പ്രോബ്ലം ആക്കി മാറ്റേണ്ട ആവശ്യം. വി ക്യാൻ ഡയറക്ട്ലി സോൾവ് ദാറ്റ് പെർട്ടിക്കുലർ പ്രോബ്ലം അല്ലേ. നമുക്കിപ്പോൾ ഒരു നമ്പർ സെർച്ച് ചെയ്യാനാണ്, ആ നമ്പർ ആകെ സെർച്ച് ചെയ്യാനായിട്ടുള്ള അറേയിൽ ആകെ ഒരു എലമെൻ്റ് ഉള്ളെങ്കിൽ ആ പ്രോബ്ലം വളരെ ചെറുതല്ലേ. സപ്പോസ് ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ അറേ കണ്ടെയ്ൻസ് മോർ ദാൻ 10,000 or 20,000 elements, definitely we need to divide the problem into sub problems. അല്ലേ, അതാണ് നമ്മൾ ബൈനറി സെർച്ചിലൊക്കെ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ സോ ദിസ് കേസ് ഈസ് അപ്ലൈഡ് ഇൻ ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഇഫ് ദ പ്രോബ്ലം ഈസ് ടു സ്മോൾ, ഡയറക്ട്ലി റിട്ടേൺ ദ സൊല്യൂഷൻ ഓഫ് പി, ദറ്റ് ഈസ് റിട്ടേൺ എസ് ഓഫ് പി. എൽസ് you are dividing that big problem, that is the main problem, into smaller instance p1, p2 etc. up to pk. pn എന്ന് പറയുന്നതിന് പകരം k or n or എന്തെങ്കിലും ആവട്ടെ. So that is pk. So that k is greater than or equal to 1. Definitely that is k will be greater than or equal to 1. And you are applying d and c to each sub problems. അപ്പോൾ ഓരോ സബ് പ്രോബ്ലത്തിലും നിങ്ങൾ ഡിവൈഡ് ആൻഡ് കോൺകർ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ സൊല്യൂഷൻ ആ പ്രോബ്ലം ഏറ്റവും ചെറുതായിട്ട് വരുന്നത്, ഈ ഒരു സ്റ്റെപ്പിലേക്ക് വരുന്നത്, ദാറ്റ് ടൈം യു വിൽ റിട്ടേൺ ദ സൊല്യൂഷൻ. അത്രയും ചെറുതാക്കി കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രോബ്ലത്തിന്. ലാസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടും. സോ ഡെഫിനറ്റ്ലി യു വിൽ ബി റിട്ടേണിങ് ദാറ്റ് സൊല്യൂഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു, ഫൈനലി യു വിൽ ബി റീച്ചിങ് എ വാല്യൂ ദാറ്റ് ഈസ് 1 അല്ലേ. ലാസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 or 0 എന്ന് നമ്മൾ പറയാറില്ല. 1 എന്ന് പറയുന്ന ഒരു ടൈമിനുള്ളിൽ നമുക്ക് ആ പർട്ടിക്കുലർ പ്രോബ്ലം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഒറ്റ കേസ് അവിടെ എത്തണ വരെ നമ്മൾ ഡി ആൻഡ് സി അപ്ലൈ ചെയ്യും. ആൻഡ് ഫൈനലി റിട്ടേൺ ദ കമ്പൈൻ ഓൾ സൊല്യൂഷൻസ് ഓഫ് p1, p2 and p etc. up to pk. ഓക്കെ, സോ ദിസ് ഈസ് എ കൺസെപ്റ്റ്. അപ്പോൾ കമ്പൈൻ ചെയ്തു, ഡിവൈഡ് ചെയ്തു, സബ് പ്രോബ്ലംസിന് നിങ്ങൾ വീണ്ടും ഡി ആൻഡ് സി അപ്ലൈ ചെയ്തു, ഡിവൈഡ് ആൻഡ് കോൺകർ അപ്ലൈ ചെയ്തു. അപ്പോൾ ആ പ്രോബ്ലം സ്മോളായി, അതിന് എല്ലാ സബ് പ്രോബ്ലംസിനെയും റിട്ടേൺ ചെയ്തു. ദെൻ യു കമ്പൈൻ ദ സബ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ സൊല്യൂഷൻസ് ഓഫ് സബ് പ്രോബ്ലംസ്. ഓക്കെ, റിട്ടേൺ എസ് ഓഫ് p1, p2, p3 എല്ലാം റിട്ടേൺ ചെയ്തിട്ടുണ്ടാവും. Then you are going to combine the D and C of P1, D and C of P2, etc. D and C of Pk. Okay, so this is the divide and control abstraction of this particular strategy. Okay, അപ്പോൾ divide and conquer മെത്തേഡിൽ നമ്മൾ 3 കാര്യം പറഞ്ഞേ. The first one is divide the problem into sub problems. Conquering the problem, that means you are solving the sub problems, each and every sub problems. Okay, then finally the last phase, that is you will be combining all these solutions and reach to the final solution. Okay, then this is the divide and control abstraction. Then what is the method we use to calculate the time complexity of divide and conquer? So time complexity, that is, suppose if you have n inputs, input of size n, suppose g of n is the actually എന്താണ് g of n, that is the growth rate അല്ലേ. അത് വളരെ സ്മോൾ ആണെങ്കിൽ you can directly write g of n. ഒന്നുമില്ല അവിടെ, മനസ്സിലായില്ലേ. സോ ദ സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ g of n, ഡയറക്ട്ലി ദ ടൈം ടേക്കൺ ബൈ, നമ്മൾ നേരത്തെ 1 എന്ന് പറഞ്ഞ പോലെ, സോ t of 1 equal to 1 എന്ന് പറഞ്ഞ പോലെ, സോ g of n മാത്രമേ ഉള്ളൂ അവിടെ. ഓക്കെ, ദെൻ another one, suppose if the problem is too big, you will be dividing the problem into small sub problems. That is t of n, that is the first one. Time for divide and conquer for any input of size n. Then t of n1, t of n2 etc. t of nk is the time of solving the sub problems. Okay, solve ചെയ്യാനുള്ള time ആണ്, ഓരോ sub problemsum solve ചെയ്യാനുള്ള time. Then f of n plus f of n, that is a complexity. So dividing the problem എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്, ആൻഡ് കമ്പൈനിങ് ദ റിസൾട്ട്സ് എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്. ദറ്റ് ഈസ് ദ എഫ് ഓഫ് എൻ. ഓക്കെ, സോ എഫ് ഓഫ് എൻ ഈസ് ദ ടൈം ടു ഡിവൈഡ് ദ എൻ എലമെൻറ്റ്സ് ആൻഡ് കമ്പൈൻ ദെയർ സൊല്യൂഷൻ. എൻ എലമെൻറ്റ്സിനെ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് ഏറ്റവും സ്മോളർ പ്രോബ്ലത്തിലേക്ക് എത്തുന്നതിൻ്റെ ടൈമും, അതുപോലെ തന്നെ ആ സൊല്യൂഷൻസിനെ ഫൈനലി യു വിൽ ബി കമ്പൈനിങ് ഓൾ ദോസ് സൊല്യൂഷൻസ്, ആ സൊല്യൂഷൻസ് എടുക്കുന്ന ടൈമുമാണ് ഈ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടി ഓഫ് എൻ ഈക്വൽ ടു ടി ഓഫ് എൻ വൺ പ്ലസ് ടി ഓഫ് എൻ ടു പ്ലസ് ടി ഓഫ് എൻ കെ പ്ലസ് എഫ് ഓഫ് എൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈഡ് ആൻഡ് കോൺകറിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ജനറൽ കോംപ്ലക്സിറ്റി കാൽക്കുലേഷൻ ഓഫ് ഡിവൈഡ് ആൻഡ് കോൺകർ.
എങ്ങനെയാണ് ഒരു ജനറൽ കോംപ്ലക്സിറ്റി കാൽക്കുലേഷൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, സോ ദിസ് കോംപ്ലക്സിറ്റി ഈസ് മെനി ഡിവൈഡ് ആൻഡ് കോൺകർ അൽഗോരിതംസ് ആർ ഗിവൺ ബൈ എ റിക്കറൻസ് റിലേഷൻ. നമ്മൾ എപ്പോഴും റിക്കറൻസ് റിലേഷൻ യൂസ് ചെയ്തിട്ടാണ് കോംപ്ലക്സിറ്റി മെൻഷൻ ചെയ്യാറ്. ഇവിടെ നേരത്തെ കേസ് തന്നെ എടുക്കാം. സോ ടി ഓഫ് എൻ, ദാറ്റ് ഇസ് എൻ ഓഫ് എൻ ഇൻപുട്ട് സൈസ്, ടി ഓഫ് 1 if n equal to 1. Okay, time taken will be a constant, that is only 1 unit of time, and this is a into t of n by b plus f of n where n greater than 1. n greater than 1 ആണെങ്കിൽ അപ്പോൾ നമ്മുടെ പ്രോബ്ലം കോംപ്ലക്സ് ആയി. നമ്മൾ ആ രീതിയിലാണ് കാണുന്നത്. if n greater than 1 ആണെങ്കിൽ അപ്പോൾ നമ്മുടെ പ്രോബ്ലം കോംപ്ലക്സ് ആയി. സോ യു വിൽ ബി ഡിവൈഡിങ് each your problem into sub problems. So here a and b are constants and a is the number of subproblems. How many subproblems you have adinte time, and n by b is the size of each subproblem. ഇത് കൂടി കൂട്ടി പ്ലസ് എഫ് ഓഫ് എന്നും കൂടി എടുത്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ എത്രയാണ് ടോട്ടൽ ടൈം എന്നുള്ളത് അല്ലേ. അതിൻ്റെ നമ്പർ ഓഫ് സബ് പ്രോബ്ലംസ് എത്രയാണ്, അതുപോലെ തന്നെ ദാറ്റ് ഈസ് എ ആൻഡ് ദ ടൈം ടേക്കൺ ഫോർ എൻ ബൈ ബി. മനസ്സിലായില്ലേ, ടൈം ടേക്കൺ ഓഫ് എൻ ബൈ ബി, ദാറ്റ് ഈസ് എ ടി ഓഫ് എൻ ബൈ ബി. ടി ഓഫ് എൻ ബൈ ബി എന്ന് പറയുന്നത് ഇസ് ദ സൈസ് ഓഫ് ഈച്ച് സബ് പ്രോബ്ലം, പ്ലസ് എഫ് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താ, ഡിവൈഡിങ് ദ പ്രോബ്ലം ഇൻ ടു ഡിവൈഡിങ് ദ പ്രോബ്ലം ഇൻ ടു സബ് പ്രോബ്ലംസ് ആൻഡ് കമ്പൈനിങ് ദ റിസൾട്ട്സ്. അതിനെയാണ് നമ്മൾ എഫ് ഓഫ് എൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ദിസ് ഈസ് ദ എഫ് ഓഫ് എൻ. ഓക്കെ, എഫ് ഓഫ് എൻ ഇസ് ദ ടൈം ടു ഡിവൈഡ് എൻ എലമെൻറ്റ്സ് ആൻഡ് കമ്പൈൻ ദയർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ജനറൽ കോംപ്ലക്സിറ്റി കാൽക്കുലേഷൻ ഓഫ് divide and conquer. So mainly, suppose if it is t of 1, that is 1 unit of time, that is a constant. Suppose if you have a complex problem, you will be applying the divide and conquer strategy. That means first you divide the problem into sub problems, conquer the problems, that is you are solving the sub problems, all the sub problems, and combining the solutions of each sub problems. Okay, so this is called the divide and conquer time complexity for calculating generally how you are calculating the complexity calculation of divide and conquer strategy. Okay, thank you.